ഹായ് ഫ്രണ്ട്സേ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇന്ന് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ എണീച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി ഒരു സ്ഥലത്ത് പോവാണ്. അപ്പം രാവിലെ തന്നെ ഞാൻ നടക്കാൻ പോവാണ്. അപ്പോൾ നടക്കാൻ എല്ലാ ദിവസവും പോകുന്നുണ്ട്. എല്ലാവരും പറഞ്ഞ് എൻ്റെ കുറച്ച് വണ്ണമൊക്കെ കുറഞ്ഞു എന്ന്. ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ നടക്കാൻ പോകും. അപ്പോൾ സാധാരണ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് ബെഡിൽ നിന്ന് എണീക്കുന്ന തൊട്ടാണ്. എനിക്കപ്പോഴത്തേക്കും പറ്റിയില്ല, കാരണം ഫോണിൽ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എണീച്ച് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഡ്രസ്സ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡ്രസ്സ് ഇട്ടു. അമ്മയുണ്ട്, അമ്മ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. അപ്പം അമ്മേനെ ജസ്റ്റ് കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പം അമ്മ രാവിലെ ജോലിക്ക് പോകാൻ തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ നടക്കാൻ പോവാണ്. അപ്പം 6:45. ഞാൻ 6:45 എന്താണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 5 മണിക്കൊക്കെ പോകാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പട്ടി ഉണ്ടാവും, 2 നല്ല തണുപ്പായിരിക്കും, പിന്നെ ഞാൻ തനിച്ചേ ഉള്ളൂ. അപ്പം ഞാൻ 6:45 6:30 ആകുമ്പം വെളുത്ത ശേഷം നേരം വെളുത്ത ശേഷം അപ്പോൾ ആ റോട്ടിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ വേഗം നടന്നിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇൻഡോർ വാക്കിംഗ് കൊടുക്കാം, ടച്ച് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അവസാനം നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ പൂട്ടിയിട്ടില്ല, അമ്മ പോയിട്ടുണ്ട്. അയ്യോ അപ്പം അമ്മ പോയി. അപ്പം ഞാൻ ഓടിയത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഓടിയതല്ല, നടന്നത് 31 മിനിറ്റ് നടന്നുള്ളൂ എന്ന്. അയ്യോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി 5 മിനിറ്റ് ഇരുന്നിട്ട് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ശേഷം പല്ല് കേൾക്കാൻ പോവാണ് കേട്ടോ. പല്ല് കഴിച്ചിട്ട് കുളിക്കുന്ന കുറച്ച് കഴിഞ്ഞു, കാരണം തണുപ്പായതുകൊണ്ട് ഞാനിപ്പോൾ കുളിക്കത്തില്ല. നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് നമുക്ക് നേരെ അകത്ത് പോയിട്ട് ബാക്കി പണികൾ ചെയ്യാം. ഓക്കെ, ബാ. അങ്ങനെ ഞാൻ ഫ്രണ്ട് വന്നു കേട്ടോ. ഫ്രണ്ട് വന്നപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ചാറ്റൽ മഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ചാറ്റൽ മഴയൊക്കെ കണ്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ കപ്പിലാണ് ഞാൻ വെള്ളം എടുത്ത പകുതിയുള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത്രയും വെള്ളം കുടിക്കും. ഒരു 2-3 ഗ്ലാസ് വെള്ളം ഞാൻ രാവിലെ കുടിക്കും. അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമുക്ക് പല രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ തൂക്കലാണ്. അപ്പോൾ എനിക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ കിടന്ന് ആടൊക്കെ ഒന്ന് വിരിച്ച് നല്ല സൂപ്പറാക്കി വെക്കാറുള്ളതാണ്. അപ്പോൾ ഏത് നിമിഷം ആര് വേണമെങ്കിലും കയറി വരാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്കറിയാം, ഞാൻ എന്തെങ്കിലും ഇപ്പോൾ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ അടിക്കാൻ തൂക്കാതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ ദിവസമായിരിക്കും അറിയുന്ന ആരെങ്കിലൊക്കെ കയറി വരുന്നത്. അല്ലാത്ത ദിവസം നമ്മൾ എത്ര കഴിച്ച് വാരിയോ തുടച്ചിട്ടാലും ഒരു മനുഷ്യനും കയറി വരത്തില്ല. അപ്പോൾ അത് പ്രത്യേകതയാണ്. അങ്ങനെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. കാപ്പി കുടിക്കാൻ പോവാണ്. ഞാൻ എന്താണ് രാവിലെ കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്സ്, ചിയാ സീഡ്, അതുപോലെ പാല്, പഴം, നട്ട്സ്,
അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് ഞാൻ തലേന്ന് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം എടുത്ത് പുറത്ത് വെച്ച് 1 മണിക്കൂർ ശേഷം അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി സെറ്റായ ശേഷം ഞാൻ സ്മൂത്തി പോലെ ഉണ്ടാക്കിയാണ് കഴിക്കാറ്. അല്ലാതെ ഇങ്ങനെയും കഴിക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ മുന്തിരി അതൊക്കെ കടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇങ്ങനെയും കഴിക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ എല്ലാം നമുക്ക് വേണ്ടതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫുഡ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് രാവിലെ കഴിക്കാൻ പോകുന്നത് കേട്ടോ. ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. എല്ലാ സാധനവും ഉണ്ട്, മടുപ്പ് തോന്നത്തില്ല. നമ്മള് സൗകര്യം കിട്ടുമ്പോൾ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ, തീർന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എനിക്കിനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാൻ ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടൈമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കാണാം. ഞാൻ തുണിയൊക്കെ അലക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതേ തുണി അലക്കാൻ വേണ്ടി പോവാണ്. തുണി കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ കുറഞ്ഞ് നല്ല വെയിലായിട്ടുണ്ട്. അപ്പം ആ വെയിലത്ത് അലക്കിയിട്ടില്ലെങ്കിൽ ഉണങ്ങത്തില്ല. അപ്പോൾ 5 മിനിറ്റത്തേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. ശേഷം അലക്കാമെന്ന് വിചാരിച്ചു. ജമിനി ഓപ്പോട് ഓപ്പോട് ഓപ്പോട്. അപ്പോൾ എൻ്റെ അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനി അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരയ്ക്ക ഒന്ന് തുടയ്ക്കണം, നമ്മുടെ തറയൊന്ന് തുടയ്ക്കണം. പിന്നെ കുറച്ച് 2-3 പാത്രമുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. വേറെ പണിയൊന്നുമില്ല. പിന്നെ കുളിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. കുളിച്ച ശേഷം ഫുഡ് കഴിക്കണം. അപ്പോൾ രാവിലെ എൻ്റെ അമ്മ ചോറ് കറിയൊക്കെ ആക്കും. അമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും രാവിലെ ഞാൻ ചെയ്യില്ല. പിന്നെ അമ്മേനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അമ്മ കറിയൊക്കെ അരിഞ്ഞു കൊടുക്കും, കഞ്ഞിക്ക് വെള്ളം, അങ്ങനെ രാവിലെ പരിപാടിയൊക്കെ ചെയ്യും. അതെനിക്ക് രാവിലെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല, കാരണം ഫോൺ ഓഫായിപ്പോയായിരുന്നു. ഞാൻ എണീച്ച് ശേഷം ഡ്രസ്സൊക്കെ മാറിയ ശേഷമാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്കിന്ന് ജോലി ഇത്രേ ഉള്ളൂ. പിന്നെ വൈകുന്നേരത്തേക്കുള്ളതൊക്കെ ആക്കിയാൽ അത് രാത്രി സമയം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. മീൻ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചൂട കൊഴുവയാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. 100 രൂപയ്ക്ക് 3/4 കിലോ എന്തുകൊണ്ട് 100 രൂപയ്ക്ക് എടുത്തു. 160 രൂപ കിലോയ്ക്ക് 100 രൂപയ്ക്ക് തന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പണിയൊക്കെ തീർന്നു. ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ, അങ്ങനെ ദേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു പാഷൻ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, സൂപ്പർ, നല്ല ടേസ്റ്റ് കേട്ടോ.
കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി എൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് നമുക്ക് കാണാതെ. വേറെ ഒന്നുമില്ല. അയ്യോ, ഇപ്പോൾ സമയം 12:30 ആയിട്ടുള്ളൂ. 1:30 ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. തന്നെ ഉള്ളതുകൊണ്ട് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുഞ്ഞേശ്ശിയുടെ അടുത്ത് പോകും കേട്ടോ. അമ്മയുടെ സർജറിയൊക്കെ നിങ്ങൾ വീഡിയോ അവരെ കണ്ടല്ലോ. സർജറിയൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ അമ്മ ഓക്കെയാണ്. അപ്പോൾ നമ്മളും പോകും കേട്ടോ. പിന്നെന്താ, വേറൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് വേഗം വരാം കേട്ടോ. 2 hours later. അപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറുണ്ടാൻ പോവാണ്. കുറച്ച് ചോറ് എടുക്കാം. ഞാൻ സാധാരണ ഇപ്പം അങ്ങനെ ചോറ് കഴിക്കൽ കുറവാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. അല്ലെങ്കിലും ഞാൻ കുറച്ച് ചോറ് ഏതെങ്കിലും ഒരു നേരം കുറച്ച് ചോറ് കഴിക്കും. ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ. രാത്രി അങ്ങനെ കഴിക്കലില്ല. കഴിച്ചാലും ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയുണ്ടെന്ന് ഞാൻ എടുത്തുകൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ചക്കയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് ചക്കക്കുരു കറി എന്തോ. വേഗം കഴിക്കട്ടെ. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് ഞാൻ തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചതുപോലെ തന്നെ എടുത്തിടുകയും ചെയ്യണം. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ പണിയെല്ലാം തീർത്തു. കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കേട്ടോ. ഒരു അരമണിക്കൂറോളം കിടന്നൊന്ന് കുറച്ച് നേരം ഉറങ്ങി. അപ്പോഴത്തേക്ക് സമയം 5 മണിയായി. 5 മണിയാകുമ്പം എനിക്കുള്ള മെയിൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കണം. വന്ന ശേഷം ചായയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. കുളിക്കാൻ വെള്ളം വെച്ച ശേഷം ചോറിന് വെള്ളം വെക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വായു അടുപ്പാണ് കേട്ടോ കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്നും വെള്ളം വെക്കുന്ന പാത്രം. അത് വിറകടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ കുളിക്കാനുള്ള വെള്ളം വെക്കുന്നതും ചോറിടുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് വേഗം കത്തിച്ചിട്ട് വെള്ളം വെക്കണം. അപ്പം ഇന്ന് കുറച്ചൊന്ന് ലേറ്റായി. സാധാരണ 4:45 ആകുമ്പോഴത്തേക്കും ഞാൻ വെള്ളമൊക്കെ വെക്കുന്നത്. ഇന്ന് പയ്യൊന്ന് കിടന്നോ ഉറങ്ങിപ്പോയി, അറിഞ്ഞും കൂടിയില്ല. അപ്പോൾ എണീച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 5, 7, 8 എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വേഗം തന്നെ വെക്കണം. പിന്നെ തീ കത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഞാൻ കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മോട്ടറൊക്കെ ശരിയായി വെള്ളമൊക്കെ അടിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എടുത്ത് വയ്ക്കാം. നമ്മുടെ എലിക്കുട്ടിയമ്മ വന്നിട്ടുണ്ട് കേട്ടോ, പണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ചായ ഇടാൻ പോയോ ഗ്യാസിന് ശരിയൊക്കെ പോയിട്ടൊന്നു. ഓക്കെ. അപ്പം ഞാൻ വേഗം പോയി ചായ ഇട്ട് കൊടുക്കട്ടെ. പൊടി ഇട്ട് കൊടുക്കാം. അമ്മയ്ക്ക് വേണ്ടി ചായ കൊടുക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു പണി? പണി കുഴപ്പമൊന്നുമില്ല. എന്ത് പണിയായിരുന്നു? കവാത്ത്. ഏലത്തിൽ കവാത്തായിരുന്നു കേട്ടോ അമ്മയ്ക്ക്.
അടുത്ത എൻ്റെ ട്യൂഷൻ വന്നിരിപ്പുണ്ട് കേട്ടോ. ഹായ് കൊടുക്കടാ. ഇന്നെന്തോ പഠിക്കാനുള്ളേ? ഇംഗ്ലീഷ്. ആ മുഖം ഒന്ന് കാണിച്ചു ശരി. എന്തേലും വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നേരെ നിങ്ങൾ നോക്ക്. ഒന്ന് കമൻറ്റ് ചെയ്തേരാം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല ഒന്ന് പഠിക്കാൻ. നമ്മൾ ട്യൂഷനൊക്കെ എടുത്ത ശേഷം നമുക്ക് കാണാം കേട്ടോ. കുട്ടിയമ്മതേ മീൻ വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് പോയി. അപ്പോൾ അമ്മച്ചി മീൻ വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ചപ്പാത്തി അതുപോലെ തന്നെ മീനും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണ് വേവിച്ചതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. കഴിച്ച ശേഷം ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. വേഗം കഴിച്ച് തീർക്കട്ടെ കേട്ടോ. സൂപ്പർ. കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പം അമ്മ ചോറ് നിന്ന ആളാണ് കേട്ടോ. അമ്മയ്ക്ക് എന്തൊക്കെയാണ് കറി? മോര് കറി, മീൻ വറുത്തത്, ചക്കക്കുരുത്തോരൻ. നമുക്ക് ചപ്പാത്തി, ആവി പുഴുങ്ങിയ മീനും. അപ്പോൾ എന്തായാലും ഞാൻ വേഗം കഴിക്കട്ടെ ഞങ്ങളെ. ശേഷം വേറൊന്നുമില്ല, വേഗം ഒന്ന് മേലൊക്കെ കഴുകണം, നേരെ പോയി കിടന്നുറങ്ങണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതേ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച ശേഷം കിടന്നുറങ്ങണം. എൻ്റെ ദിവസം ഇങ്ങനെയാണ് കേട്ടോ. ഒരു ദിവസം പോകുന്ന ഇങ്ങനെയൊക്കെയാണ്. ഓളയും കുറച്ചമ്മ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക. അതാകുമ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളുക. അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കിടക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ.